Hello, dear students. Next question we are going to discuss is the illustrate the count to infinity problem in routing. Count to infinity problem എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് അൽഗോരിതത്തിൽ വരുന്നത് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. അതായത് ഒരു ലിങ്ക് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സപ്പോസ് 3 റൂട്ടേഴ്സ് ഉണ്ട്. 3 റൂട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ബിയും സിയും റൂട്ടേഴ്സിനിടയ്ക്കുള്ള ലിങ്ക് കട്ടാകുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് റൂട്ടേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഈ ഇൻഫോർമേഷൻ. അപ്പോൾ ഡിസ്കണക്റ്റഡ് അവരെല്ലാം വിചാരിക്കുന്നത് അവരെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്കണക്റ്റഡ് നോഡ് വഴിയാണെന്നുള്ളത് ഒരു റൂട്ടേഴ്സ് അറിയത്തില്ല. അപ്പം അങ്ങനത്തെ ഫോൾസ് ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, എല്ലാ റൂട്ടേഴ്സിനും പ്രൊപ്പഗേറ്റ് ചെയ്യും. ഈ പ്രോബ്ലത്തിനെയാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി ഇതിൻ്റെ ഡിസ്കഷൻ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ അകത്ത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, then coming to sixth question. Next question, describe two major differences between the warning bit method and the random early detection method or RED method. വാർണിംഗ് ബിറ്റ് എന്താണ് ഈ വാർണിംഗ് ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എ സ്പെഷ്യൽ ബിറ്റ് ഇൻ ദ പാക്കറ്റ് ഹെഡർ ഇസ് സെറ്റ് ബൈ ദ റൂട്ടർ ടു വാൺ ദ സോഴ്സ് വെൻ കൺജഷൻ ഇസ് ഡിറ്റക്റ്റഡ്. അപ്പോൾ എന്താണ് വാർണിംഗ് ബിറ്റ് എന്ന് പറയുന്നത്? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വാൺ ചെയ്യുന്ന ബിറ്റാണ്. അതായത് ഒരു നെറ്റ്വർക്കിൽ കൺജഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സിനെ വാൺ ചെയ്യുന്ന ഒരു ബിറ്റാണ്. ഇപ്പോൾ വാൺ ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാം കൺജഷൻ അവിടെ ഡിക്റ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ വാർണിംഗ് ബിറ്റ് എ സ്പെഷ്യൽ ബിറ്റ് ഇൻ ദ പാക്കറ്റ് ഹെഡ്. അതായത് ഇവിടെ കൊടുക്കുന്ന പാക്കറ്റ് ഹെഡ് ദാറ്റ് ഇസ് സെറ്റ് ബൈ ദ റൂട്ടർ ടു വാൺ ദ സോഴ്സിനെ വാൺ ചെയ്യും. എന്താണ്? വെൻ കൺജഷൻ ഇസ് ഡിറ്റക്റ്റഡ്. The bit is copied and piggybacked on the acknowledgement and sent to sender. ഈ ബിറ്റ് എന്ത് ചെയ്യും? കോപ്പി ചെയ്ത് എ സി കെയുടെ പിഗ്ഗി ബാക്ക് ചെയ്യും എന്നിട്ട് സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്യും. അങ്ങനെയാണ് സോഴ്സ് മനസ്സിലാക്കുന്നത് ഒരു കൺജഷൻ ഉണ്ടായെന്നുള്ളത്. സെൻറ്റർ എന്ത് ചെയ്യും? മെൻഷൻസ് ദ നമ്പർ ഓഫ്, അതായത് ഈ ഒരു ബിറ്റ് അക്നോളജ്മെൻറ്റ് ബിറ്റിൻ്റെ കൂടെ പിഗ്ഗി ബാക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ബിറ്റിൻ്റെ കൂടെ എന്ത് വരും? വാർണിംഗ് ബിറ്റും കൂടെ പിഗ്ഗി ബാക്ക് ചെയ്യും. എന്നിട്ടാണ് സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്യുന്നത്. സെൻറ്റർ മെൻഷൻസ് ദ നമ്പർ ഓഫ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സ് ഇറ്റ് റിസീവ്സ് വിത്ത് വാർണിംഗ് ബിറ്റ് സെറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ റേറ്റ് അക്കോർഡിംഗ്ലി. സെൻറ്റർ എന്ത് ചെയ്യും? എത്ര അക്നോളജ്മെൻറ്റ് പാക്കറ്റ് അതിന് റിസീവ് ചെയ്തു വിത്ത് ദ വാർണിംഗ് ബിറ്റ്, അതനുസരിച്ചിട്ട് ട്രാൻസ്മിഷൻ റേറ്റ് അക്കോർഡിംഗ്ലി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. കൺജഷൻ വരുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കും. ഓക്കെ, സോ വാർണിംഗ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്പെഷ്യൽ ബിറ്റ് ടു വാൺ ദ സെൻറ്റർ, അല്ലെങ്കിൽ സോഴ്സിനെ വാൺ ചെയ്യുക. അതാരെ സെറ്റ് ചെയ്യുന്നത്? അതെവിടെയാണ് ഉണ്ടാകുന്നത്? പാക്കറ്റ് ഹെഡറിലാണ് പാക്കറ്റ് ഹെഡറിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആര് സെറ്റ് ചെയ്യുന്നത്? റൂട്ടർ സെറ്റ് ചെയ്യുന്നത്. ആരെ വാൺ ചെയ്യും? സോഴ്സിനെ വാൺ ചെയ്യും. എന്ന് പറയും? എപ്പോഴാണ് വാൺ ചെയ്യുന്നത്? വെൻ എ കൺജഷൻ ഇസ് ഡിറ്റക്റ്റഡ്. അപ്പോൾ ഈ ബിറ്റിനെ കോപ്പി ചെയ്ത് പിഗ്ഗി ബാക്ക് ചെയ്ത് അക്നോളജ്മെൻറ്റിൻ്റെ കൂടെ സെൻറ്ററിലോട്ട് അയച്ചു കൊടുക്കും. സെൻറ്റർ എന്ത് ചെയ്യും? നമ്പർ ഓഫ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ് ഇറ്റ് ക്യാരീസ് അലോങ് വിത്ത് റിസീവ്സ് വാർണിംഗ് ബിറ്റ് ആൻഡ് adjust its transmission rate accordingly. Okay, next is RED. എന്താണ് RED എന്ന് പറയുന്നത്? റാൻഡം ഏർലി ഡിറ്റക്ഷൻ മെത്തേഡ്. എന്താണ് റാൻഡം ഏർലി ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? RED method or random early detection or random early discard or random early drop. RED എന്ന് പറഞ്ഞാൽ റാൻഡം ഏർലി ഡിറ്റക്ഷൻ എന്നും പറയും, റാൻഡം ഏർലി ഡ്രോപ്പ് എന്ന് പറയും, റാൻഡം ഏർലി ഡിസ്കാർഡ്.
ദിസ് ഇസ് എൻ അപ്രോച്ച് ഇൻ വിച്ച് ദ റൂട്ടർ ഡിസ്കാർഡ്സ്, ആ ഒരു പേരിൽ നിന്ന് തന്നെ അറിയാം, റാൻഡം ഏർലി ഡിസ്കാർഡ് മീൻസ് റൂട്ടർ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും വൺ ഓർ മോർ പാക്കറ്റ്സ് ബിഫോർ ദ ബഫർ ബിക്കംസ് കംപ്ലീറ്റ്ലി ഫുൾ. ഒരു ബഫർ കംപ്ലീറ്റ്ലി ഫുൾ ആവുന്നതിന് മുന്നേ തന്നെ പാക്കറ്റിനെ എന്ത് ചെയ്യും, സിംപ്ലി ഡിസ്കാർഡ് ചെയ്യും റൂട്ടർ. ആ അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ അപ്രോച്ചിനാണ് റെഡ് എന്ന് പറയുന്നത്. ഓരോ പാക്കറ്റ് അറൈവ് ചെയ്യുമ്പം റെഡ് അൽഗോരിതം കമ്പ്യൂട്ട് ചെയ്യും ആവറേജ് ക്യൂ ലെങ്ത്. ഓക്കെ, വെൻ ഈച്ച് ടൈം പാക്കറ്റ് അറൈവ്സ്, ഈ റെഡ് അൽഗോരിതം എന്ത് ചെയ്യും, കമ്പ്യൂട്ട്സ് ദ ആവറേജ് ക്യൂ ലെങ്ത്. ആവറേജ് ക്യൂ ലെങ്ത് ആയ AVG കമ്പ്യൂട്ട് ചെയ്യും. ഇഫ് ആവറേജ് ഇസ് ലോവർ ദാൻ സം ത്രെഷോൾഡ് വാല്യൂ, ഒരു ത്രെഷോൾഡ് വാല്യൂ. If average is lower than some threshold value, congestion is assumed to be minimal or non-existent and the packet is queued. ഇപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഷോൾഡ് വാല്യൂവിനെ കാട്ടി കുറവാണെങ്കിൽ കൺജഷൻ അവിടെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെ പാക്കറ്റിന് എന്ത് ചെയ്യും, ക്യൂ ചെയ്യും. If average is greater than some threshold value, congestion is assumed to be serious. ആ ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടി കൂടുതലാണ് AVG. AVG എന്ന് പറഞ്ഞാൽ ആവറേജ് ക്യൂ ലെങ്ത്. ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടി കൂടുതലാണ് AVG എങ്കിൽ കൺജഷൻ എന്ത് ചെയ്യും, സീരിയസ് ആണ്. അത് പാക്കറ്റ് എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. കൺജഷൻ അവിടെ കൂടുതലാണ്, അതുകൊണ്ട് പാക്കറ്റ്സിനെ ക്യൂ ചെയ്യില്ല, പാക്കറ്റിനെ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. ഇഫ് ദ ആവറേജ് ഇസ് ബിറ്റ്വീൻ ദ ടു ത്രെഷോൾഡ് ഇടയ്ക്കാണ് ആവറേജ് എങ്കിൽ ദിസ് മൈറ്റ് ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കൺജഷൻ. അപ്പം രണ്ട് ത്രെഷോൾഡ് ഇടയ്ക്കാണ് ഈ AVG എങ്കിൽ കൺജഷൻ്റെ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് ദ കൺജഷൻ ആണ്, മീൻസ് ബിഗിനിങ് ഓഫ് ദ കൺജഷൻ ആണ്. സോ probability of the congestion is then calculated. Okay, so RED എന്ന് പറഞ്ഞാൽ എന്താണ്, റാൻഡം ഏർലി ഡിറ്റക്ഷൻ ഓർ റാൻഡം ഏർലി ഡിസ്കാർഡ്. നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. റാൻഡമായിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. അതാണ് റാൻഡം ഏർലി ഡിസ്കാർഡ്, അല്ലെങ്കിൽ റാൻഡം ഏർലി ഡ്രോപ്പ് ചെയ്യുക. റാൻഡം ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ തന്നെ റാൻഡമായിട്ട് നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുക, നേരത്തെ തന്നെ ഡിസ്കാർഡ് ചെയ്യുക, നേരത്തെ തന്നെ റാൻഡമായിട്ട് ഡ്രോപ്പ് ചെയ്യുക. അതിനാണ് RED മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് RED മെത്തേഡ് എന്ന് പറയുന്നത്? ദിസ് ഈസ് ആൻ അപ്രോച്ച് ഇൻ വിച്ച് ദ റൂട്ടർ ഡിസ്കാർഡ്സ് വൺ ഓർ മോർ പാക്കറ്റ്സ്. റൂട്ടർ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ പാക്കറ്റ്സ് ഡിസ്കാർഡ് ചെയ്യും ബിഫോർ ദ ബഫർ ബിക്കംസ് കംപ്ലീറ്റ്ലി ഫുൾ. ബഫർ ഫുൾ ആവുന്ന മുന്നേ തന്നെ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും, വൺ ഓർ മോർ പാക്കറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഓരോ ടൈം ഒരു പാക്കറ്റ് വരുമ്പോഴത്തേക്കും ഈ RED അൽഗോരിതം വിൽ കമ്പ്യൂട്ട് ദ ആവറേജ് ലെങ്ത് ക്യൂ, ദാറ്റ് AVG, ആവറേജ് ലെങ്ത് ക്യൂ. കാരണം എത്ര പാക്കറ്റ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലെങ്ത്, ആവറേജ് ലെങ്ത് ക്യൂ, ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ AVG. ഇഫ് ദാറ്റ് AVG ഈസ് ലോവർ ദാൻ സം ത്രെഷോൾഡ് വാല്യൂ, ഒരു ത്രെഷോൾഡ് വാല്യൂവിനെ കാട്ടി കുറവാണെങ്കിൽ ഈ കൺജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിനിമൽ ആയിരിക്കും, അല്ലെങ്കിൽ കാണത്തില്ല. അങ്ങനെ എന്ത് പാക്കറ്റിനെ ക്യൂ ചെയ്യും, വരുന്ന പാക്കറ്റിനെ ക്യൂ ചെയ്യും. ഇനി ഈ ത്രെഷോൾഡ് വാല്യൂവിനെ കാട്ടി കൂടുതലാണ് AVG എങ്കിൽ കൺജഷൻ എന്ത് ചെയ്യും, കുറച്ച് സീരിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ പാക്കറ്റ് എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും, നേരത്തെ തന്നെ അറിഞ്ഞ് ഡ്രോപ്പ് ചെയ്യും. ഇപ്പം AVG എന്ന് പറഞ്ഞാൽ ഇസ് ബിറ്റ്വീൻ ദ ടു ത്രെഷോൾഡ് ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ഓൺസെറ്റ് ഓർ ദ ബിഗിനിങ് ഓഫ് ദ കൺജഷൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ദ കൺജഷൻ പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ്. ഇപ്പോൾ വാർണിംഗ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി വോൺ ചെയ്യും, സോഴ്സിനെ ജസ്റ്റ് വോൺ ചെയ്യും, അതായത് കൺജഷൻ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സിനെ വോൺ ചെയ്യും. ഓക്കെ, വാർണിംഗ് ബിറ്റ്, അതാണ് വാർണിംഗ് ബിറ്റ് ചെയ്യുന്നത്. It's to warn the source when congestion is detected. It is sent by the router in packet header. ഓക്കെ, അപ്പം സെൻറ്റർ എന്ത് ചെയ്യും, അത് അക്നോളജ്മെൻറ്റിൻ്റെ കൂടെയാണ് പിഗ്ഗി ബാക്ക് ചെയ്യുന്നത് ഈ വാർണിംഗ് ബിറ്റ്. അപ്പോൾ അതിൻ്റെ എത്ര നമ്പർ ഓഫ് അക്നോളജ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് കൺജഷൻ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ട്രാൻസ്മിഷൻ റേറ്റും ഡിസൈഡ് ചെയ്യും.
ഓക്കെ, പക്ഷേ റാൻഡം ഏർലി ഡിറ്റക്ഷൻ എന്താണ്? നേരത്തെ തന്നെ കഞ്ചഷനോ നേരത്തെ തന്നെ എന്ത് ചെയ്യും, നേരത്തെ തന്നെ കണ്ടുപിടിച്ച് റാൻഡമായിട്ട് എന്ത് ചെയ്യും, പാക്കറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, so this is the difference between warning bit method and the RED method. Okay, coming to next question. The protocol field used in the IPv4 header is not present in the fixed IPv6 header. അതായത് IPv4 ഹെഡറിലുള്ള പ്രോട്ടോകോൾ ഫീൽഡ് IPv6 ഹെഡറിൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ പ്രോട്ടോകോൾ ഫീൽഡ് എന്താണ്? ഈ പ്രോട്ടോകോൾ ഫീൽഡ് പറയുന്നത് വിച്ച് ടെൽസ് ദ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് വിച്ച് പ്രോട്ടോകോൾ ഹാൻഡ്ലർ ടു ഗീവ് ദ IP പാക്കറ്റ് ടു. അതായത് പ്രോട്ടോകോൾ ഫീൽഡാണ് പറയുന്നത് അതായത് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൻ്റെ അടുത്ത് പറയും ഏത് പ്രോട്ടോകോൾ ഹാൻഡലറിനാണ് ആ IP പാക്കറ്റ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സിന് ഈ ഒരു ഇൻഫോർമേഷൻ ആവശ്യമില്ല. ഡു നോട്ട് നീഡ് ദിസ് ഇൻഫോർമേഷൻ. എന്താണ്? ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സ് ഡു നോട്ട് നീഡ് ദിസ് ഇൻഫോർമേഷൻ. ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സിന് ഇത് അറിയേണ്ട ആവശ്യമില്ല. സോ അത് മെയിൻ ഹെഡറിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സിന് ഇതിൻ്റെ ഈ ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മെയിൻ ഹെഡറിൽ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. Actually, it is there but disguised. The next header field of last extension header is used for perform. അപ്പോൾ പ്രോട്ടോകോൾ ഫീൽഡിന് പകരം അവിടെ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഹെഡർ ഫീൽഡാണ്. ഇസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, സോ പ്രോട്ടോകോൾ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ടെൽസ് ദ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിനകത്ത് പറയും ഏത് പ്രോട്ടോകോൾ ഹാൻഡലറിനാണ് ഈ IP പാക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സിന് ഈ ഒരു ഇൻഫോർമേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മെയിൻ ഹെഡറിൽ ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഇൻ മെയിൻ ഹെഡർ. ഓക്കെ, അപ്പോൾ പ്രോട്ടോകോൾ ഫീൽഡിന് പകരം വേറെ ഏത് ഫീൽഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് ഓഫ് ദ ലാസ്റ്റ് ഹെഡർ ഇസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, Next question is how many octets does the smallest possible IPv6 datagram contain? ഓക്കെ, അപ്പോൾ എത്ര octets ആണ് ഒരു IPv4 ഡേറ്റാഗ്രാമിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? IPv6 എത്ര octets ആണ് does the smallest possible IPv6 datagram contain? നമുക്കറിയാം ഒരു IPv6 ഡേറ്റാഗ്രാമിൻ്റെ മാക്സിമം സൈസ് എത്രയാണ്? 65575 ബൈറ്റ്സ് ആണ് വിത്ത് ദ 0 bytes IPv6 ഹെഡർ. ഓക്കെ, അപ്പോൾ IPv6 ഓൾസോ ഡിസ്ക്രൈബ് എ മിനിമം reassembly buffer size, that is the minimum datagram size which we are guaranteed any implementation should support. Okay, minimum size for IPv6 datagram is 1500 bytes. അപ്പം എത്ര octets ആണ് സ്മോളസ്റ്റ് പോസിബിൾ IPv6 ഡേറ്റാഗ്രാം കണ്ടെയ്ൻ ചോദിക്കുകയാണ്. നമുക്ക് മാക്സിമം സൈസ് എത്രയാണ്? 65575 ബൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ മിനിമം സൈസ് IPv6 ഡേറ്റാഗ്രാമിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 1500 ബൈറ്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ കംസ് അണ്ടർ മൊഡ്യൂൾ 3 ആണ്. ദെൻ 7th ക്വസ്റ്റ്യൻ ആൻഡ് 8th ക്വസ്റ്റ്യൻ കംസ് അണ്ടർ മൊഡ്യൂൾ 4 ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആൻഡ് 10th ക്വസ്റ്റ്യൻ കംസ് അണ്ടർ മൊഡ്യൂൾ 5 ആണ്. ഓക്കെ, ninth question നോക്കിക്കേ. Can transmission control protocol like TCP can be used directly over a network without using IP? IP യൂസ് ചെയ്യാതെ നമുക്ക് TCPനെ നമുക്ക് ഡയറക്റ്റ്ലി നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? Justify your answer. No. നമുക്ക് TCP
it cannot be used directly over a network without using IP. IP യൂസ് ചെയ്യാതെ നമുക്ക് ടി സി പിനെ ഐ പി യൂസ് ചെയ്യാതെ നമുക്ക് ടി സി പിനെ ഡയറക്റ്റ്ലി ഓവർ ദ നെറ്റ്വർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. There is an Ethernet header followed by an IP header. ഒരു Ethernet header ഉണ്ടാവും, അതിനുശേഷം ഒരു IP header ഉണ്ടാവും, followed by the TCP header. അപ്പോൾ എങ്ങനെയാണ് ഒരു Ethernet header ഉണ്ടാവും, it is followed by an IP header, it is followed by a TCP header, followed by the TCP header. So TCP depends upon IP to deliver data even to another machine on the same network. കാരണം നമുക്ക് ടി സി പി ഡിപ്പെൻസ് ഓൺ ദ ഐ പി വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റേനെ ഡെലിവർ ചെയ്യുന്നത് വേറൊരു മെഷീനിൽ യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. ടി സി പി ആണ് ഡെലിവർ ഡേറ്റ ഡിപ്പെൻസ് അപ്പോൺ ഐ പി even to another machine on the same network. Okay, the IP header contains the IP address to which the data is sent. അപ്പം അതായത് നമ്മുടെ ടി സി പി ആണ് ഡെലിവർ ദ ഡേറ്റ ടു അനദർ മെഷീൻ ഓൺ ദ സെയിം നെറ്റ്വർക്ക്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഐ പി ആണ്. കാരണം ഐ പി ഹെഡറിൻ്റെ അകത്ത് ഐ പി അഡ്രസ്സ് ഉണ്ടാവും ടു വിച്ച് ദ ഡേറ്റ ഇസ് സെൻഡ്. ആ അഡ്രസ്സിലോട്ടാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കോൺഫിഗേർഡ് ഒരു ഐ പി പാക്കറ്റ് ടൈപ്പ് കോഡ് കാണും ഫോർ ദി ഈതർനെറ്റ് ഹെഡർ, ബട്ട് നോ ടി സി പി ടൈപ്പ് കോഡ്. സോ ദർ ഇസ് നോ വേ ടു പുട്ട് ടി സി പി ഡയറക്ട്ലി ഓൺ ടോപ്പ് ഓഫ് ഈതർനെറ്റ് ഹെഡർ. അപ്പോൾ ഈതർനെറ്റ് ഹെഡറിൻ്റെ മുകളിൽ നമുക്ക് ടി സി പിനെ ഡയറക്ട്ലി പുട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ടി സി പി ടൈപ്പ് കോഡ് ഉണ്ടാവത്തില്ല. പക്ഷേ ഒരു ഐ പി പാക്കറ്റ് ടൈപ്പ് കോഡ് ഫോർ ദ ഈതർനെറ്റ് ഹെഡർ ഉണ്ടാവും, ഒരു കോൺഫിഗേർഡ് ഐ പി പാക്കറ്റ് ടൈപ്പ് കോഡ് ഉണ്ടാവും, പക്ഷേ ഒരു ടി സി പി ടൈപ്പ് കോഡ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് ടി സി പിനെ ഡയറക്ട്ലി കണക്റ്റഡ് ഓവർ ഈതർനെറ്റ് ഹെഡർ പറ്റത്തില്ല വിത്തൗട്ട് യൂസിങ് ഐ പി. കാരണം ഒരു ഈതർനെറ്റ് ഹെഡർ ഷുഡ് ബി ഫോളോഡ് ബൈ ഐ പി ഹെഡറാണ്, ഫോളോഡ് ബൈ ടി സി പി ഹെഡറാണ്. ഇനി ടി സി പി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ദ ഐ പി. ടി സി പി എന്ന് വെച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ ഐ പി ആണ് ടു ഡെലിവർ ദ ഡേറ്റ ഈവൻ ടു അനദർ മെഷീൻ ഓൺ ദ സെയിം നെറ്റ്വർക്ക്. ഐ പി ഹെഡറിൻ്റെ അകത്ത് ഐ പി അഡ്രസ്സ് ഉണ്ടാവും ടു വിച്ച് ദ ഡേറ്റ ഈസ് സെൻഡ്. ഫൈനലി ഒരു കോൺഫിഗേർഡ് ആയിട്ടുള്ള ഐ പി പാക്കറ്റ് type code ഉണ്ടാവും for the Ethernet header, but no TCP type code. So there is no way to put TCP directly on top of Ethernet header. Okay. Next question is, when web pages are sent out, they are prefixed by MIME headers. Why? Web pages ഒക്കെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും MIME headers വെച്ചിട്ട് അതിനെ പ്രിഫിക്സ് ചെയ്യും. കാരണം എന്താണ്? കാരണം നമ്മുടെ ഇനിഷ്യലി ഇമെയിൽ കൺസിസ്റ്റഡ് മെസ്സേജസ്, ഇനിഷ്യലി നമ്മൾ ഇമെയിൽ മെസ്സേജസിൽ സിമ്പിൾ ടെക്സ്റ്റാണ്, റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ആയിരിക്കും, ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ആസ്കി ആൻഡ് സിമ്പിൾ ടെക്സ്റ്റ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ആൻഡ് ഇറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ആസ്കി. കാരണം അത് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ലാംഗ്വേജസ് അതർ ദാൻ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ലാംഗ്വേജസ് നമുക്ക് ഇമെയിൽ മെസ്സേജസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, സച്ച് ആസ് ഫ്രഞ്ച്, ജർമ്മൻ എക്സെട്ര. ഓൾസോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു സെൻഡ് ബൈനറി ഫയൽസ് ഓർ വീഡിയോ ഓർ ഓഡിയോ ഡേറ്റ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു സെൻഡ് ബൈനറി ഫയൽസ്, അല്ല ഒരു ബൈനറി ഫയൽസോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഡേറ്റ നമ്മൾ ഇമെയിൽ മെസ്സേജസ് വഴി സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ മൈം ഹെഡേഴ്സൊക്കെ ആണെങ്കിൽ, മൈം എന്ന് പറയുമ്പോഴത്തേക്കും മൈമിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജ് ബോഡിയിലും നോൺ ആസ്കി മെസ്സേജസ്, അപ്പോൾ നോൺ ആസ്കി മെസ്സേജസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൈം. നോർമൽ ഇമെയിൽ മെസ്സേജസിൽ നമുക്ക് ആസ്കി, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആസ്കി ആണ് അല്ലേ, ആൻഡ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ലാംഗ്വേജസ് അതർ ദാൻ ഇംഗ്ലീഷ്. അപ്പം ഈ മൈമിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
നോൺ ആസ്കി മെസ്സേജസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് നോൺ ആസ്കി ഡേറ്റേനെ ആസ്കി ഡേറ്റ ആൻഡ് വൈസ് വേഴ്സ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് മൈമിന് പറ്റും. മൈം ഡിഫൈൻസ് 5 ഹെഡേഴ്സ്. അപ്പം ഈ ഹെഡേഴ്സൊക്കെ അതുകൊണ്ടാണ് വെബ് പേജസ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും, കാരണം ആസ്കി എക്സ്പ്രഷൻ, ആസ്കി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആസ്കി കോഡിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, നോൺ ആസ്കി മെസ്സേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഹെഡർ കൊടുക്കണം? മൈമിൻ്റെ ഹെഡർ പ്രിഫിക്സ് ചെയ്യണം. സോ ഏതൊക്കെ മൈം ഇറ്റ് ഡിഫൈൻസ് 5 ഹെഡേഴ്സ് ആണ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു ദ ഒറിജിനൽ. അപ്പോൾ ഒറിജിനൽ ഇമെയിൽ ഹെഡർ സെക്ഷൻ്റെ കൂടെ ഈ 5 മൈം ഹെഡർ സെക്ഷനും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഹെഡറിൻ്റെ അകത്ത് മൈം വേർഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഐഡൻറ്റിഫൈസ് ദ മൈമിൻ്റെ വേർഷനാണ്. പിന്നെ കണ്ടൻറ് ടൈപ്പ്, അതായത് ടൈപ്പ് അല്ലെങ്കിൽ സബ് ടൈപ്പാണ്. കണ്ടൻറ് ട്രാൻസ്ഫർ എൻകോഡിങ്, ഏത് ടൈപ്പ് ഓഫ് എൻകോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടൻറ് ഐ ഡി മീൻസ് ദ മെസ്സേജ് ഐ ഡി. നോർമൽ ഒരു ഇമെയിൽ മെസ്സേജ്, ഇമെയിൽ ഒരു ഹെഡർ സെഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ മൈം ഹെഡർ സെഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. Content description is textual explanation of non-textual contents. Non-textual contents-ൻ്റെ textual explanation ആണ് content description എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈം ഹെഡേഴ്സിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, so 9th and 10th question comes under module 5. Okay, thank you.